ഹായ് ഓൾ. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് എക്സാമിന് ജസ്റ്റ് 2 ദിവസം കൂടിയേ ഉള്ളൂ അല്ലേ. മറ്റന്നാളാണ് നമുക്ക് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ മാരത്തോൺ ലൈവുകളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം 14 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം ആദ്യ ഭാഗങ്ങളിലെ ചാപ്റ്റേഴ്സ് പലരും സ്കിപ്പ് ചെയ്യാറുണ്ട് അല്ലേ, പഠിക്കാൻ മടിയായതുകൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ പലരും സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ആദ്യ ഭാഗങ്ങളിലെ ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഒരു 20% ചോദ്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടായിരിക്കും. സോ നമ്മളിവിടെ 14 ചാപ്റ്റേഴ്സ് നിങ്ങളെ അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യ ഭാഗങ്ങളിലെ ചാപ്റ്റേഴ്സിൽ ഒരു കാര്യം പോലും മിസ്സാക്കാതെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ അവസാന ഭാഗങ്ങളിലെ ചാപ്റ്റേഴ്സിന് കൂടുതൽ സ്ട്രെസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ മാരത്തോൺ ലൈവുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. വൈകിട്ട് ലൈവ് ഉണ്ട്, അതേപോലെ എക്സാമിൻ്റെ അന്ന് രാവിലെ 6 മണിക്ക് നമുക്ക് ലൈവ് ഉണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്താ പറയുക 7 മണിക്കാണ് ലൈവ് ഉള്ളത്. അതേപോലെ നാളെ, അതായത് എക്സാമിൻ്റെ തലേ ദിവസം നമ്മുടെ മാരത്തോൺ 5 മണിക്ക് വൈകിട്ട് 5 മണിക്ക് തുടങ്ങും. എക്സാമിൻ്റെ അന്ന് രാവിലെ നിങ്ങൾക്ക് 1-2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നിങ്ങളുടെ മുന്നിലിരുന്ന് ഡിസ്കസ് ചെയ്യും അല്ലേ. 6 മണിക്ക് നമ്മൾ എല്ലാവരും എണീറ്റ് വന്ന പാടന്നെ 2 മോഡൽ പേപ്പർ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് ബൂസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോവുക. അപ്പം ഈ മാരത്തോൺ സെഷനുകളൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളിൽ വിശ്വസിക്കുക. പുതിയ കാര്യങ്ങളൊന്നും വലിയ എന്താ പറയുക സ്ട്രെസ് ചെയ്യാണ്ട് പഠിക്കാൻ ശ്രമിക്കുക അല്ലേ. നിങ്ങളെ പരീക്ഷയുടെ തലേന്നൊക്കെ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പാനിക് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഇത്രയും കാലം നിങ്ങൾ പഠിച്ച ആ ഒരു പ്രോസസ്സ് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുക, നിങ്ങളുടെ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുക. അടിപൊളിയായിട്ട് പഠിക്കുക. സോ നമ്മളെ റേസ് ചെയ്യേണ്ട കംപ്ലീറ്റ് ഫാക്കൽറ്റീസ് നിങ്ങളെ കൂടെ ഉണ്ട്. അപ്പോൾ സോഷ്യൽ സയൻസിൽ 2 ദിവസം കൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക അല്ലേ, പുസ്തകങ്ങൾ വീണ്ടും വായിക്കുക, എല്ലാ ഇമ്പോർട്ടൻറ്റ് ഏരിയകളും എന്താ പറയുക നന്നായിട്ട് ബ്രഷപ്പ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ A+ അല്ലെങ്കിൽ എന്താ ഈ സോഷ്യൽ സയൻസിൽ എന്തായാലും A+ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എല്ലാ മക്കളും നമ്മളെ കൂടെ തന്നെ അടിപൊളിയായിട്ട് പഠിക്കുക. സോഷ്യൽ സയൻസിൽ എന്താ A+ നേടാം.